പുതുചരിത്രമെഴുതി ഇന്ത്യൻ റെയിൽവേ. ട്രാക്കിലെ കുതിപ്പിന് വേഗമേകാൻ ഹൈഡ്രജൻ ട്രെയിനുകൾ. സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജിങ് സോനിപത്ത് റൂട്ടിലാണ് നമോ ഗ്രീൻ റെയിലിന്റെ സർവീസ്. എസ് നന്ദഗോപൻ വിശദാംശങ്ങൾ നൽകും. നന്ദൻ, കഴിഞ്ഞ 10 വർഷം ഭാരതത്തിന്റെ റെയിൽവേ മേഖലയിൽ വരുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മളെല്ലാം കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അതിവേഗ ട്രെയിനുകൾ വന്നു. ബുള്ളറ്റ് ട്രെയിൻ സംബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ ഹൈഡ്രജൻ ട്രെയിൻ ആദ്യമായി നമ്മുടെ ട്രാക്കിലൂടെ ഓടിത്തുടങ്ങിയല്ലോ. മറ്റു വിശദാംശങ്ങൾ എന്താണെന്നത്? ഗൗതം, ഹരിയാനയിലെ ജിന്ദിൽ നിന്നും സോനിപത്തിലേക്കാണ് ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ജിന്ദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 89 കിലോമീറ്റർ ദൂരമാണ് ഈ ജിന്ദിൽ നിന്നും സോനിപത്തിലേക്കുള്ളത്. ഈ ട്രെയിൻ ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ പെർ വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. ഇതിന് 110 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ 75 കിലോമീറ്റർ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഈ ട്രെയിൻ സഞ്ചരിക്കുക എന്നുള്ളതാണ്. മറ്റ് ലോകരാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളിലൊക്കെ ഈ ഹൈഡ്രജൻ ട്രെയിൻ ഇതിനോടകം തന്നെയുണ്ട്. എല്ലാ വികസിത രാജ്യങ്ങളിലേക്കും ഹൈഡ്രജൻ ട്രെയിൻ എത്തിയില്ലെങ്കിലും ചൈന അടക്കമുള്ള ചില വികസിത രാജ്യങ്ങളിൽ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ട്. എന്നാൽ അവിടേക്ക് 2 കോച്ചുകൾ മാത്രമുള്ള ട്രെയിനുകളാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യയിൽ നിർമ്മിച്ചത്, ഭാരതം തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. ആത്മനിർഭർ ഭാരത് എന്നുള്ള പദ്ധതിക്ക് ഏറെ അഭിമാനം കൂടിയാണ്. ഇതിനപ്പുറത്തേക്ക് ഏതാണ്ട് 2600 ആൾക്കാരെ ഒരുമിച്ച് വഹിക്കാൻ ശേഷിയുള്ള 10 കോച്ചുകളുള്ള ട്രെയിനാണ് ഭാരതത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ട്രെയിന് എല്ലാ ദിവസവും ഇനി മുതൽ ജിന്ദിൽ നിന്നും സോനിപത്തിലേക്ക് സർവീസ് നടത്തും. ഒരു തരത്തിലും വൈദ്യുതി വേണ്ട, കാർബൺ എമിഷൻ ഇല്ല. അതായത് ഒരു തരത്തിലും പ്രകൃതിക്കോ അതിലിരിക്കുന്ന യാത്രക്കാർക്കോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ട്രെയിനിലെ പ്രത്യേക ടാങ്കിനുള്ളിലുള്ള ഹൈഡ്രജനും അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്ന ഓക്സിജനും തമ്മിൽ രാസപ്രക്രിയ നടത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആ വൈദ്യുതിയിലൂടെയാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാർബൺ എമിറ്റ് ചെയ്യുന്നില്ല, മറിച്ച് ജലബാഷ്പവും ചൂടും മാത്രമാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി വരും നാളുകളിൽ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഹൈഡ്രജൻ ട്രെയിൻ എത്താൻ പോവുകയാണ്. ജിന്ദിലാണ് ഈ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്ലാന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അതീവ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹൈഡ്രജന് മണവും നിറവും ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇത് പുറത്തേക്ക് ലീക്കാകുന്നത് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്യാധുനിക സെൻസറുകൾ ഈ ട്രെയിനിലും അതേപോലെ തന്നെ ഇതിൻ്റെ റീഫ്യൂവലിംഗ് സ്റ്റേഷനിൽ, ജിന്ദിലുള്ള റീഫ്യൂവലിംഗ് സ്റ്റേഷനിലും ഘടിപ്പിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷിതമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. ഏതായാലും ഇനിയും വരും നാളുകളിൽ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഹൈഡ്രജൻ ട്രെയിൻ വ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിന്ദിൽ ഇതിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ വ്യക്തമാണ്. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ചേർന്ന്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലൂടെ കുതിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഇന്നിപ്പോൾ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു.